ഒമാനുമായി പ്രത്യേക സൈനിക സേവനം നൽകി ഇന്ത്യ. ഒമാനിലെ സുൽത്താന്റെ സായുധ സേനയിലെ ഉദ്യോഗസ്ഥർക്കായി 2 ഇന്ത്യൻ മൊബൈൽ പരിശീലന ടീമുകൾ നടത്തിയ പ്രത്യേക സൈനിക പരിശീലന സംരംഭത്തിലൂടെ ഇന്ത്യയും ഒമാനും തങ്ങളുടെ വളർന്നുവരുന്ന തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തി. ഹെഡ്ക്വാർട്ടേഴ്സ്, ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ ആർമി, നാവികസേന, വ്യോമസേന എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരും നയിച്ച പരിശീലന പരിപാടികൾ പ്രവർത്തന ഏകോപനത്തിലും സംയുക്ത ലോജിസ്റ്റിക് തയ്യാറെടുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശനിയാഴ്ച എക്സിലെ ഒരു പോസ്റ്റിൽ HQ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് പറഞ്ഞു, ഇന്ത്യ ഒമാൻ പ്രതിരോധം സഹകരണം ശക്തിപ്പെടുത്തുന്നു. HQ IDSലെയും 3 സർവീസുകളിലെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന 2 ഇന്ത്യൻ മൊബൈൽ പരിശീലന ടീമുകൾ ഒമാനിലെ സുൽത്താന്റെ സായുധ സേനയിലെ ഉദ്യോഗസ്ഥർക്ക് വിജയകരമായി പരിശീലനം നൽകി. ഒമാനിലെ സായുധ സേനകളുടെയും പ്രതിരോധ ഏജൻസികളുടെയും വിവിധ ശാഖകളെ പ്രതിനിധീകരിച്ച് ഏകദേശം 110 ഓഫീസർമാരുടെ പങ്കാളിത്തം ഈ സംരംഭത്തിന് സാക്ഷ്യം വഹിച്ചതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. റോയൽ ആർമി, റോയൽ നേവി, റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ, MOD ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള ഏകദേശം 110 ഉദ്യോഗസ്ഥർ പ്രവർത്തനപരവും സംയുക്തവുമായ ലോജിസ്റ്റിക് പരിശീലനത്തിൽ പങ്കെടുത്തു. പരസ്പര പ്രവർത്തനക്ഷമതയും ഇന്ത്യ ഒമാൻ തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തിയെന്നും അത് കൂട്ടിച്ചേർത്തു. മെയ് 18-ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഒമാനി വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തുകയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ആ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഓസ്ലോയിലായിരുന്ന ജയശങ്കർ എക്സ് പോസ്റ്റിൽ വികസനത്തെക്കുറിച്ച് അറിയിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചതായി പരാമർശിക്കുകയും ചെയ്തു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ചും നമ്മുടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുവെന്നും ജയശങ്കർ പറഞ്ഞു. മെയ് 14-ന് ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാകയുള്ള വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുകയും ചെയ്തു. സംഭവത്തെ അസ്വീകാര്യമെന്ന് വിശേഷിപ്പിക്കുകയും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനിടയിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യവും സിവിലിയൻ സമുദ്ര പ്രവർത്തനവും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിക്കുകയും ചെയ്തു. വാണിജ്യ കപ്പലുകളെയും സിവിലിയൻ നാവികരെയും പ്രാദേശിക ജലാതിർത്തിയിൽ തുടർച്ചയായി ലക്ഷ്യം വെക്കുന്നതിൽ ഇന്ത്യ ഖേദിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്നലെ ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ല. വാണിജ്യ ഷിപ്പിംഗും സിവിലിയൻ നാവികരും ഇപ്പോഴും ലക്ഷ്യമിടുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഒമാനി അധികൃതരുടെ രക്ഷാപ്രവർത്തനങ്ങളെ തുടർന്ന് കപ്പലിലെ എല്ലാ ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം തിങ്കളാഴ്ചയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഒമാനി വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി ഫോണിൽ സംസാരിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിലെ ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ സംവിധാനം വികസിപ്പിക്കുന്നതിനായി ഒമാനുമായി ചർച്ച നടത്തിവരികയാണെന്ന് ഇറാൻ തിങ്കളാഴ്ച സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം. നിർണായക ജലപാതയ്ക്ക് മേലുള്ള ഇറാന്റെ അവകാശങ്ങളും പരമാധികാരവും സംരക്ഷിക്കുന്നതിനൊപ്പം സുരക്ഷിതമായ സമുദ്ര ഗതാഗതം സംരക്ഷിക്കുക എന്നതാണ് കൂടിയാലോചനകളുടെ ലക്ഷ്യമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.